നമസ്കാരം. സിനിമ എന്ന മൂന്നക്ഷരത്തിന് വേണ്ടി തൻ്റെ ജീവിതം മുഴുവൻ മാറ്റിവെച്ച വ്യക്തിയാണ് മമ്മൂട്ടി. 1998 പത്മശ്രീ കിട്ടിയെങ്കിൽ ഇതാ 2026 പത്മഭൂഷൺ കിട്ടുകയാണ് സാക്ഷാൽ മമ്മൂട്ടിക്ക്. മമ്മൂട്ടി തന്നെ പറയാറുള്ളത് പോലെ ഇനിയും തേച്ചാൽ ഞാൻ ഇനിയും മിനുങ്ങും എന്ന് പറയുന്നത് പോലെ അടങ്ങാത്ത ആവേശവും ആഗ്രഹവുമാണ് ആ മനുഷ്യന് സിനിമ എന്ന് പറയുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ചത്താപ്പച്ച എന്ന സിനിമയിലെ ക്യാമിയോ വേഷത്തിൽ എത്തി നിൽക്കുന്ന മമ്മൂട്ടിക്ക് ഇനി വരാൻ പോകുന്നതും കൈവെള്ളയിലിരിക്കുന്നതും ഒരുപാട് പ്രതീക്ഷയുള്ള പ്രോജക്റ്റുകൾ തന്നെയാണ്. പേട്രിയോട്ട് എന്ന സിനിമ ഏപ്രിൽ 23 റിലീസ് ചെയ്യുമെന്ന് ഇന്ന് പുലർച്ചെ അവർ അനൗൺസ്മെൻ്റ് കൂടെ വിട്ടപ്പോൾ പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ ക്യാരക്ടർ പോസ്റ്റേഴ്സ് ഉൾപ്പെടെ പുറത്തു വരികയും ചെയ്തു. 8 സംസ്ഥാന പുരസ്കാരങ്ങൾ, 3 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ, ഇതെല്ലാം നിറുകയിൽ നിൽക്കുന്ന സാക്ഷാൽ മമ്മൂട്ടി, അഭിനയത്തിൻ്റെ പെരുന്തച്ഛൻ എന്നെല്ലാം വിളിക്കാം. പക്ഷേ അദ്ദേഹത്തെപ്പറ്റി സംസാരിക്കുമ്പോഴേക്കും നമുക്ക് ഈ സമയമൊന്നും വേണ്ടി വരില്ല എന്നറിയാവുന്നത് കൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഏറ്റവും പ്രധാനമായിട്ട് കഴിഞ്ഞ ദിവസത്തിൽ ഈ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൻ്റെ വിതരണമായിരുന്നല്ലോ. അത് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് മമ്മൂക്ക എത്തുമ്പോഴാണ് ഈ പത്മഭൂഷൺ മമ്മൂക്കയ്ക്ക് ലഭിക്കുകയാണെന്ന വാർത്തയും കൂടി പുറത്തു വരുന്നത്. മമ്മൂക്കന് മാധ്യമത്തിന് എക്സ്ക്ലൂസീവായിട്ട് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. സന്തോഷം, അതീവ സന്തോഷം, അത് മാത്രമേ ഉള്ളൂ മമ്മൂക്കയ്ക്ക് പറയാനുള്ളത്. ഒരുപക്ഷെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം കിട്ടിയ സമയത്തും മമ്മൂക്കയുടെ വീട്ടിന് മുന്നിൽ വെച്ച് മാധ്യമങ്ങളിൽ നിന്നപ്പോൾ പോലും മമ്മൂക്കയ്ക്ക് പറയാനുള്ളത് സന്തോഷം എന്നത് തന്നെയാണ്, വേറെ ഒന്നും പറയാനില്ല. പക്ഷേ എല്ലാത്തിനേക്കാൾ ഉപരി ആ സീനിയറായ നടൻ ജൂനിയേഴ്സിനോട് പെരുമാറുന്ന രീതി വളരെ സന്തോഷകരമായിട്ട് തോന്നി. മാത്രമല്ല അദ്ദേഹം നടത്തിയ റിപ്പോർട്ടുകൾ, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ, അഭിനയത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്ന വാക്കുകൾ, അതൊരു യൂണിവേഴ്സിറ്റിയാണ്, ഒരു തരത്തിലും തർക്കമില്ലാത്ത കാര്യമാണ്. പക്ഷേ അദ്ദേഹം കഴിഞ്ഞ ദിവസം ആസിഫ് അലിയെയും ടൊവിനോ തോമസിനെയും കുറിച്ച് പറഞ്ഞ വാചകങ്ങൾ സത്യം പറഞ്ഞാൽ കണ്ണ് നിറയിച്ചു. അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ്? ആസിഫും ടൊവിനോയും അഭിനയത്തിൻ്റെ കാര്യത്തിൽ എന്നെക്കാളും 1 മില്ലിമീറ്റർ പോലും താഴെയല്ല എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. എത്ര? 8 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ, 3 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ, 98 പത്മശ്രീ, വർക്ക് ചെയ്തിരിക്കുന്ന ആർട്ടിസ്റ്റുകളും ഡയറക്ടേഴ്സും എന്തോരം ലെജൻഡറി. അതിനുശേഷം മമ്മൂക്ക നടത്തിയിരിക്കുന്ന ഓരോ കഥാപാത്രങ്ങളുടെ എണ്ണങ്ങൾ, ആഴങ്ങൾ നിങ്ങൾ നോക്കിക്കോളൂ. എന്നിട്ടും അത്രയും സീനിയർ മോസ്റ്റ് മലയാളത്തിൻ്റെ അഭിനയത്തിൻ്റെ പെരുന്തച്ഛൻ പറയുകയാണ്, ആസിഫ് അലിയും ടൊവിനോയും എന്നെക്കാൾ അഭിനയത്തിൽ 1 മില്ലിമീറ്റർ പോലും താഴെയല്ല. അതിൻ്റെ കൂടെ മമ്മൂക്ക ഒരു വാചകം കൂടി പറയുന്നുണ്ട് കേട്ടോ. മമ്മൂക്ക പറയുന്നത് ചിലപ്പോൾ പ്രായത്തിൻ്റെ കാരണം കൊണ്ടായിരിക്കും എനിക്ക് അവാർഡ് കിട്ടിയെന്നുള്ളതാണ്. ഒരു മനുഷ്യൻ ഇത്രയധികം എളിമയാകുന്ന കാഴ്ച, അത് ഇത്രയധികം അങ്ങനെ അയാൾക്ക് കിട്ടിയ അവാർഡ് അയാൾ പറയുന്നത് ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു ഫീലുണ്ട് പ്രേക്ഷകർക്കിടയിൽ. അവരെയും അംഗീകരിക്കുന്ന മമ്മൂട്ടിയെ, അതായത് ആസിഫും ടൊവിനോയ്ക്കും ഒപ്പം ഒരു കേക്ക് കട്ട് ചെയ്യുന്നുണ്ട്, കൺഗ്രാറ്റുലേഷൻസ് എന്നൊരു കേക്ക് പിടിച്ചു വയ്ക്കുന്നുണ്ട്. ആസിഫ് അലി ചേർന്ന് നിൽക്കുന്ന മമ്മൂട്ടിയും, ഇടത്തെ അറ്റത്ത് മമ്മൂട്ടിയോട് ചേർന്ന് നിൽക്കുന്ന ടൊവിനോ തോമസിൻ്റെ ഈ ചിത്രം കഴിഞ്ഞ ദിവസം ഇൻ്റർനെറ്റിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സന്തോഷത്തോടു കൂടി കണ്ട ഒരു ചിത്രമായിരിക്കാം. ആസിഫ് അലിയും ടൊവിനോയും ഈ അവാർഡ് പ്രഖ്യാപിച്ചതിന് ശേഷം ആസിഫ് അലി പറഞ്ഞൊരു കാര്യം, എനിക്കും ലക്ഷ്യം മികച്ച നടനാവുക എന്നത് തന്നെയായിരുന്നു. അതിൽ വിഷമമുണ്ടെന്നും ആസിഫ് അലി പറഞ്ഞു. പക്ഷേ ഞങ്ങൾ കോമ്പീറ്റ് ചെയ്തത് മമ്മൂക്കയോടൊപ്പമല്ലേ എന്നതും ആസിഫും ടൊവിനോയും പറയുന്നു. ഒരുപക്ഷെ ആസിഫ് അലിക്കും ടൊവിനോയ്ക്കും വിഷമമായേനെ മറ്റാരുടെയെങ്കിലും കയ്യിലാണ് ഈ മികച്ച നടന് പുരസ്കാരം കിട്ടിയത്. കാരണം ആ കഴിഞ്ഞ വർഷം അവർ രണ്ടുപേരും അതിഗംഭീരമായിട്ട് അഭിനയിച്ചതാണ്. ARMൽ ടൊവിനോയും ആസിഫ് അലിക്കാവട്ടെ ഒരു സെറ്റ് ഓഫ് സിനിമകളുമാണ് ഉണ്ടായിരുന്നത്. ആ സിനിമകൾക്കൊക്കെ തന്നെ ഇരുവരും അവരുടെ രക്തവും വിയർപ്പും ഒഴുക്കിക്കൊണ്ട് അഭിനയിച്ചപ്പോൾ ഇതെല്ലാം അവർ ഓക്കെയായി. എങ്ങനെ? ഭ്രമയുഗത്തിൽ മമ്മൂക്കയായതുകൊണ്ടും കുടുംബൻ പൂറ്റി എന്ന കഥാപാത്രം അവരെയും ഞെട്ടിച്ചതുകൊണ്ടും തന്നെയാണ് അവർക്ക് ഇത്രയും കൂടുതൽ സന്തോഷം ഉണ്ടാക്കാനുള്ള കാരണം. അവർ ഫൈറ്റ് ചെയ്തത് മമ്മൂക്കയ്ക്കൊപ്പമാണെന്ന് അവർ പോലും പറയാനുള്ള കാരണം. കഴിഞ്ഞ ദിവസം ടൊവിനോ പ്രസംഗത്തിൽ പറഞ്ഞൊരു വാചകം അത് തന്നെയാണ്, ഞങ്ങൾ മമ്മൂക്കയ്ക്കൊപ്പമാണ് ഫൈറ്റ് ചെയ്തത് ഈ അവാർഡിന് വേണ്ടിയിട്ടെന്ന് പറയുമ്പോൾ പോലും പത്മഭൂഷൺ എന്ന അവാർഡ് മമ്മൂക്കയെ തേടിയെത്തിയപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു വാചകമുണ്ട്, ഞങ്ങൾ ഓരോ തവണയും ശുപാർശ അയക്കും, മമ്മൂട്ടിക്ക് കൊടുക്കണമെന്ന്. അങ്ങനെ ഒടുവിൽ മമ്മൂട്ടിക്ക് കൊടുത്തപ്പോൾ അതൊരു സന്തോഷമാണ് എന്ന് മുഖ്യമന്ത്രി തന്നെ പറയുമ്പോൾ പോലും ഇത് വൈകി കിട്ടിയതാണോ എന്നൊരു ചോദ്യമുണ്ട്. തീർച്ചയായും ഉറപ്പായും 100% അല്ലെങ്കിൽ 200% വൈകി കിട്ടിയ അവാർഡ് തന്നെയാണ് പത്മഭൂഷൺ എന്ന് പറയുമ്പോൾ പോലും ഒരുപക്ഷെ മമ്മൂക്കയ്ക്ക് കഴിഞ്ഞ ദിവസം കിട്ടുമ്പോൾ അതിനകത്തൊരു ഭംഗിയുണ്ട് എന്നതും കൂടി പറയാതിരിക്കാൻ സാധിക്കില്ല. ജനുവരി 25 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം അത് 8ാമത് കൈവെള്ളയിലേക്ക് വരുമ്പോൾ അത് സ്വീകരിക്കുന്ന ദിവസം തന്നെ പത്മഭൂഷൺ അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ അതിൻ്റെ പേരിലും മുഹമ്മദ് കുട്ടി അഥവാ മമ്മൂട്ടി എന്ന പേരുള്ളപ്പോൾ അത് ആരാധകർക്കിടയിലും സിനിമാ പ്രേക്ഷകർക്കിടയിലും വലിയൊരു ആവേശമാണ് നിൽക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മമ്മൂക്കയെ നമ്മൾ തിരശ്ശീലയിൽ കാണുന്നത് ഇന്നും ഇന്നലെ ഒന്നുമല്ലല്ലോ, എത്രയോ വർഷങ്ങളായിട്ട് നമ്മളെ ഇങ്ങനെ ഞെട്ടിപ്പിക്കുകയും വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന താരമാണ്. ഇത് നമ്മൾ പലരിലേക്കും ഈ വിശേഷണങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ പോലും മലയാള സിനിമയിൽ അത് 2 പേർക്കാണ് ഏറ്റവും കൂടുതൽ ആപ്റ്റ്. അതൊന്ന് ലാലേട്ടനും ഒന്ന് മമ്മൂക്കയാണ്. അതിനകത്ത് ഒരു തർക്കമില്ല. ഇവിടെ ഒരു മനുഷ്യനും അത് തർക്കിക്കാൻ ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവിടെ മമ്മൂട്ടിക്ക് അല്ലെങ്കിൽ നമ്മുടെ മമ്മൂക്കയ്ക്ക്, ലാലേട്ടൻ്റെ ഇച്ചാക്കയ്ക്ക് ഇങ്ങനൊരു അവാർഡ് കിട്ടുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും അതിൽ അഭിമാനം കൊള്ളുന്നവരാണ്. ഇതെന്തുകൊണ്ട് വൈകി എന്നൊരു ചോദ്യം അവിടെയും ഉയരുന്നതാണ്.
ഇപ്പോൾ മമ്മൂക്കയ്ക്ക് വരാൻ പോകുന്ന ലൈനപ്സ് അല്ലെങ്കിൽ ഈ മനുഷ്യൻ ഇപ്പോൾ ഏറ്റെടുക്കുന്ന കഥാപാത്രങ്ങൾ കണ്ട് ബാക്കിയുള്ള ഇൻഡസ്ട്രികൾ ഉൾപ്പെടെ ഞെട്ടിത്തിരിച്ചിരിക്കുന്ന ഒരു കാഴ്ചയില്ലേ. മമ്മൂട്ടി കമ്പനി ഒരു പ്രൊഡക്ഷൻ കമ്പനി മമ്മൂട്ടി ലോഞ്ച് ചെയ്തപ്പോൾ പോലും മമ്മൂട്ടിയുടെ ഉള്ളിൽ ഒരു കാര്യം വ്യക്തമാണ്. ആരും പറയാത്ത സിനിമകൾ, ആരും പറയാത്ത കഥകൾ, ആരും ചെയ്യാത്ത കഥാപാത്രങ്ങൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് വീണ്ടും 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 വിത്തെറിഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ള ദ മമ്മൂട്ടീസ് എൻസൈക്ലോപീഡിയ ബുക്ക് എന്നുള്ളത് തന്നെയാണ് മമ്മൂട്ടി കമ്പനിയിലൂടെ മമ്മൂട്ടി ലക്ഷ്യം വെക്കുന്നത്. ചെയ്ത സിനിമകൾ എടുത്ത് നോക്കിയാൽ മതി, മനസ്സിലാകും. അതുകൊണ്ട് തന്നെ ഇനി മമ്മൂട്ടി ചെയ്യാൻ എന്താണുള്ളത് ഓരോ സിനിമ കഴിയുമ്പോഴേക്കും നമുക്ക് ആ ചോദ്യം വീണ്ടും വീണ്ടും ബാക്കി നിൽക്കുകയല്ലേ. ഒരുപക്ഷെ റോഷാക്ക് എന്ന കഥാപാത്രം കണ്ടിട്ട് മമ്മൂട്ടി ഇനി ഇതിനപ്പുറം എന്താ ചെയ്യാനുള്ളതെന്ന് ചോദിക്കുമ്പോഴേക്കും നമുക്കൊരു നൻപകൽ നേരത്ത് മയക്കം കിട്ടും. നൻപകൽ നേരത്ത് മയക്കമാണ് കരിയർ ബെസ്റ്റ് പെർഫോമൻസ് എന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്ന ഘട്ടത്തിൽ നമുക്കൊരു കണ്ണൂർ സ്ക്വാഡ് മമ്മൂട്ടി തരും. കണ്ണൂർ സ്ക്വാഡിനപ്പുറം ഇനി എന്ത് ചെയ്യാനുണ്ടെന്ന് ചിന്തിച്ചിരിക്കുന്നിടത്ത് നമുക്കൊരു ഭ്രമയുഗം തരും. ഭ്രമയുഗം കഴിഞ്ഞ് ഇനി എന്ത് ചെയ്യണമെന്ന് ചിന്തിച്ചിരിക്കുന്നിടത്ത് നമുക്കൊരു കാതൽ തരും. കാതലും കഴിഞ്ഞിട്ട് ഇനി എന്താണ് ഈ മനുഷ്യൻ ഇനിയും ചെയ്തുകൊണ്ടിരിക്കാനുള്ള ചോദ്യത്തിനിടയിൽ അയാൾ ഇനിയും സിനിമകൾ തന്നുകൊണ്ടേയിരിക്കും. ബിക്കോസ് നോട്ട് ദ പോയിന്റ്. ഓരോ സിനിമകളും മമ്മൂട്ടിയുടെ കരിയർ ബെസ്റ്റ് എന്ന് ആവർത്തിച്ചുകൊണ്ടിരുന്നത് മമ്മൂട്ടി ആരാധകർ മാത്രമല്ല, സിനിമാ പ്രേമികൾ ഒട്ടാകെയാണ്. അവർ ആ പരിപാടി നിർത്തിവെച്ചേക്കാണ്. കാരണം ഇനി വരാനുള്ള സിനിമകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പദയാത്രയാണ്. അടൂരിനൊപ്പമുള്ള സിനിമയാണ്. ഹ്യൂജ് എക്സ്പെക്റ്റേഷൻസ്. അത് നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് അറിയില്ല. 32 വർഷങ്ങൾക്ക് ശേഷം ആ ഒരു ഡ്യുവോ വരുമ്പോഴേക്കും അതിനകത്ത് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. ആ പ്രതീക്ഷകളെല്ലാം അതുപോലെ തന്നെ ഉണ്ടാവണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നതിനേക്കാൾ ഉപരി മമ്മൂട്ടി ഈസ് എ ചെയിൻ ഓഫ് സിനിമ എന്നൊക്കെ നമ്മൾ പറയില്ലേ. അതായത് യു നെയിം ഇറ്റ് ഓൾ. യു വാണ്ട് കമേഴ്ഷ്യൽ മാസ് സിനിമകൾ, അതിന് മമ്മൂട്ടി കമ്പനി ടർബോ എന്ന് പറഞ്ഞ സിനിമ ചെയ്ത് വെച്ചിട്ടുണ്ട്. അഭിനയ മികവുള്ള സിനിമകൾ വേണം നിങ്ങൾക്ക്. പുഴുവും റോഷാക്കും നൻപകലും കാതലും ഭ്രമയുഗവും എല്ലാം നിങ്ങളുടെ മുന്നിലുണ്ട്. ഇങ്ങനെ വിളമ്പി വെച്ചേക്കാണ്, നിങ്ങൾ എടുത്തോ. കളങ്കാവലിനെ പറ്റി ഞാൻ പറയാണ്ടിരിക്കണ്ടല്ലോ അല്ലേ. നിങ്ങൾക്കുണ്ട്, ഇഷ്ടമുള്ളത് നിങ്ങൾ എടുത്തോ എന്നുള്ളതാണ്. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ മിസ് ചെയ്യുന്ന ഒരു മമ്മൂട്ടി ഉണ്ടെങ്കിൽ അത് ഹ്യൂമർ കഥാപാത്രങ്ങൾ ചെയ്യുന്ന മമ്മൂട്ടിയാണ്. അത് മമ്മൂട്ടി ഹ്യൂമർ ചെയ്യുമ്പോൾ വേറെ രസമാണ്, വേറെ ഭംഗിയാണ്. അതായത് ഭയങ്കര ഈസിനെസ്സാണ്. നമ്മൾ അദ്ദേഹത്തിൻ്റെ ഡയലോഗ് ഡെലിവറി ആയാലും അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് ആയാലും അദ്ദേഹം ചിരിച്ചുകൊണ്ട് ഡെലിവർ ചെയ്യുന്നതായാലും ഭയങ്കര രസമാണ്. മമ്മൂക്ക കോമഡി ചെയ്യുന്നത് ഭയങ്കര രസമാണ്. അതൊന്നും മിസ് ചെയ്യുന്നുണ്ടെന്നത് പറയാതിരിക്കാൻ സാധിക്കില്ല, ടു ബി വെരി ഓണസ്റ്റ്. മമ്മൂക്ക ഇങ്ങനെ അഭിനയിച്ച് ഇങ്ങനെ തേച്ച് മിനുങ്ങിക്കൊണ്ടിരിക്കുന്ന മമ്മൂക്കയുടെ മുന്നിലേക്ക് മമ്മൂക്ക ഒരു കോമഡി സിനിമ ചെയ്യുമോ എന്ന് ചോദിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ മമ്മൂട്ടി ആൻഡ് കോമഡി ഭയങ്കര ജെല്ലാണ്, ഭയങ്കര രസമാണ്. അത് നിങ്ങൾക്ക് മമ്മൂക്ക കോമഡി സിനിമകൾ ചെയ്ത് വെച്ചേക്കുന്ന പല ഐറ്റങ്ങളുണ്ട്. ഇപ്പോൾ കോട്ടയം കുഞ്ഞച്ചൻ പോലുള്ള അത്രയും ലെജൻഡറി സാധനങ്ങൾ നിങ്ങൾ മാറ്റി വെച്ചേക്കും. നിങ്ങൾ അത്രയും വലിയ ഗംഭീരമായ പടങ്ങൾ തൊടണ്ട എന്ന് വെച്ചോ. എന്നാൽ പോലും സാധാരണയായിട്ടുള്ള ഈ പട്ടണത്തിൽ ഭൂതവും തുറുപ്പ് പുലനുമൊക്കെ റിപ്പീറ്റ് അടിച്ച് കാണാൻ പറ്റുന്ന ചില ഹ്യൂമർ പടങ്ങളുണ്ട് മമ്മൂക്കയുടെ ഭാഗത്ത് നിന്ന്. അല്ലെങ്കിൽ മേഘം പോലുള്ള സിനിമകളായാലും അതൊക്കെ മമ്മൂക്ക കുറച്ച് ഗൗരവമാണെങ്കിൽ പോലും അതിൻ്റെ സ്റ്റോറി വൈസ് ഹ്യൂമർ ആണെങ്കിൽ പോലും മമ്മൂക്ക കോമഡി ചെയ്യുമ്പോൾ വേറെ രസമാണ്. അതുകൊണ്ടാണ് ഞാൻ ജോണി ആൻ്റണിയുടെ ആ 2 സിനിമകൾ ഒന്ന് മെൻഷൻ ചെയ്തു പോയത്. അങ്ങനെയുള്ളൊരു മമ്മൂക്കയെ മിസ് ചെയ്യുന്നുണ്ടെന്ന് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ ഓരോ ടൈപ്പിൽ അദ്ദേഹം ജോണേഴ്സ് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുക. ക്രൈം ജോണറിൽ അദ്ദേഹം സിനിമ ചെയ്യുന്നു, അദ്ദേഹം സീരിയസ് റിവെഞ്ച് ആക്ഷൻസ് പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം വേറൊരു ടൈപ്പിൽ എടുത്ത് നോക്കുമ്പോഴേക്കും സൊസൈറ്റിക്ക് ആവശ്യമായ അല്ലെങ്കിൽ സൊസൈറ്റിയോട് ക്വസ്റ്റ്യൻ ചെയ്യുന്ന മമ്മൂക്കയെ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപക്ഷെ ഒരു വലിയ ഷിഫ്റ്റ് ഉണ്ടാക്കാനുള്ള കാതലെന്ന സിനിമ ഉണ്ടാക്കിയെടുത്ത ഷിഫ്റ്റ് ചെറുതൊന്നുമല്ല. കാതലിൽ മമ്മൂട്ടി ആ കഥാപാത്രം ചെയ്തതിന് ശേഷം സൊസൈറ്റി മാറിയ ഷിഫ്റ്റ് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഉറപ്പായിട്ടും ഉണ്ട്. ഇതൊരു ഭീകരമായ ഷിഫ്റ്റാണ്. മമ്മൂക്ക ഒരു ഗേ കഥാപാത്രമായിട്ട് ചെയ്തു, അപ്പോൾ ഞങ്ങളത് അക്സെപ്റ്റ് ചെയ്യേണ്ടത് എന്ന് ചിന്തിച്ച സമൂഹം നമ്മുടെ ചുറ്റുമുണ്ട്. ഞാൻ പറയുന്നത് ഒരു മനുഷ്യൻ ക്യാൻ ഇൻഫ്ലുവൻസ് ദ സൊസൈറ്റി, അല്ലെങ്കിൽ ഒരു സിനിമ ക്യാൻ ഇൻഫ്ലുവൻസ് ദ സൊസൈറ്റി എന്നതിൻ്റെ ഏറ്റവും പ്രൈം എക്സാമ്പിളാണ് കാതൽ ദ കോർ. ഇപ്പോൾ പല ഇൻഡസ്ട്രികളിലെയും ഏറ്റവും പ്രധാനപ്പെട്ട സൂപ്പർ താരങ്ങൾ മുട്ടുവിറയ്ക്കും ആ ഒരു കഥാപാത്രം ചെയ്യാൻ. ഭ്രമയുഗം ചെയ്യാൻ ചിന്തിക്കത്ത് പോലുമില്ല പല ആർട്ടിസ്റ്റുകളും. ദാറ്റ് ഇസ് ദ പവർ ഓഫ് മമ്മൂക്ക. മമ്മൂക്ക ചെയ്ത് ഇപ്പോൾ ഞാനൊരു പത്മഭൂഷൺ കിട്ടിയത് കൊണ്ട് മമ്മൂക്കയെ പറ്റി പുകഴ്ത്തുന്നതല്ല. ദിസ് ഹാസ് ടു ബി ടോൾഡ് സം ഡേ ഓർ ദ അതർ. ഇതിങ്ങനെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കും, കാരണം അദ്ദേഹത്തിൻ്റെ ലൈനപ്സ് അത്രയും ഗംഭീരമാണ്. ഇനി അദ്ദേഹം ചെയ്യാൻ പോകുന്ന ഒരു ആക്ഷൻ പടം ഉണ്ടാവും. നിധി സഹദേവുമായിട്ടൊരു സിനിമ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. അതിനിടയിൽ ഇപ്പോൾ അടൂരുമായിട്ടുള്ള സിനിമയുടെ ഷൂട്ട് നടക്കുകയാണ്. പേട്രിയോട്ടിൻ്റെ റിലീസ് വരാൻ പോവുകയാണ്. മനുഷ്യൻ ഇസ് ഇവോൾവിങ്. നമുക്ക് ഈ പ്രായത്തെയൊക്കെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മമ്മൂക്ക. ഓരോ ദിവസത്തിലും നമ്മൾ മമ്മൂക്കയുടെ ഒരു പുതിയ സ്റ്റില്ല് കാണുമ്പോൾ പോലും മനുഷ്യൻ കൂടുതൽ ചെറുപ്പമായി വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ചലച്ചിത്ര പുരസ്കാരത്തിന് വേണ്ടി അദ്ദേഹം വന്നപ്പോൾ പോലും എന്ത് രസമായിട്ടാണ് വന്നത്, എന്ത് ഗ്ലാമറായിരുന്നു മനുഷ്യൻ. പേഴ്സണൽ നോട്ട്. പക്ഷെ എന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ പ്രോജക്റ്റുകൾ, അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ വീണ്ടും ആവേശം കൊള്ളുക എന്നൊരു ചോദ്യമുണ്ട്. പലരും പറയാറുണ്ട് എല്ലാം ഉണ്ട്, പക്ഷേ മമ്മൂക്കയ്ക്ക് ഒരു 100 കോടിയില്ല എന്നുള്ളത്. കളക്ഷനല്ല സിനിമയെ തീരുമാനിക്കുന്നതെന്ന് ഏത് കൊച്ചു കുഞ്ഞിനും അറിയാം.
ഇൻഡസ്ട്രി മാറുമായിരിക്കും, കളക്ഷൻസ് മാറുമായിരിക്കും, പ്രൊഡ്യൂസേഴ്സിന് 100 കോടിയൊക്കെ വേണമായിരിക്കും. പക്ഷേ അറ്റ് ദി എൻഡ് ഒരു സിനിമ കണ്ട് കഴിഞ്ഞിട്ട് ഞാനൊരു ഗംഭീരമായ സിനിമ കണ്ടു എന്ന് ആവേശത്തോടെ മനസ്സിൽ ഹൃദയത്തിൽ പതിയുന്ന കഥാപാത്രം, പതിയുന്ന സിനിമയായിട്ട് തിയേറ്ററിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരാൻ കഴിഞ്ഞാൽ നിങ്ങളാണ് സിനിമാ പ്രേമി. അത് മമ്മൂക്ക ഇപ്പോഴും തന്നുകൊണ്ടിരിക്കുന്നു, ഇത്രയും വർഷങ്ങളായി തന്നുകൊണ്ടിരിക്കുന്നു. ഇത് കോടി ക്ലബ് ഇല്ലാത്തത് കൊണ്ടുള്ള ന്യായീകരണമല്ല. ഉറപ്പായിട്ടും ഒരു എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി ആകുമ്പോഴേക്കും അതിൻ്റേതായ രീതിയിലുള്ള വർക്ക്സ് ഉണ്ടാവും. പ്രൊഡ്യൂസേഴ്സ് സേഫ് ആവണം. ഒരുപാട് കോടി ക്ലബ്ബുകളാണ് ഇപ്പോൾ സിനിമയെ ഡിഫൈൻ ചെയ്യുന്നത്. അതൊരു ഘട്ടത്തിൽ വളരെ മോശമാണെന്ന് ചിന്തിക്കുന്നതിനാണ് ഞാൻ. എല്ലാ സിനിമകളും കോടി ക്ലബ്ബുകളിൽ ഡിഫൈൻ ചെയ്യുന്ന സിനിമകളാണെങ്കിൽ നമുക്ക് പല ഇപ്പോൾ നമ്മൾ ആഘോഷിക്കുന്ന സിനിമകളുണ്ടല്ലോ, നമ്മൾ പഴയ സിനിമകളൊക്കെ, പത്മരാജൻ്റെ സിനിമകളെന്നും അടൂർ സിനിമകളൊക്കെ നമ്മളിപ്പോൾ വാഴ്ത്തുന്ന സിനിമകളൊക്കെ ഏത് കോടി ക്ലബ്ബിൽ കയറിയതാണ് നിങ്ങളൊന്ന് പറഞ്ഞു തന്ന വലിയ ഉപകാരം. ഇന്ന് നമ്മൾ റിപ്പീറ്റ് വാച്ച് ചെയ്തും ഇന്ന് നമ്മൾ ആവും എന്ത് ഗംഭീര സിനിമയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സിനിമകളൊക്കെ തിയേറ്ററിൽ എത്ര കളക്ഷൻ കിട്ടിയെന്നൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടും, കോടി ക്ലബ്ബുകളാണോ ഒരു ഗംഭീര സിനിമയെ ഡിഫൈൻ ചെയ്യുന്നതെന്നൊരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ. സോ അതാണ് അതിനുള്ള ഉത്തരം. ബട്ട് ഒരു മാസ് കമേഴ്ഷ്യൽ ആക്ഷൻ അല്ലെങ്കിൽ കമേഴ്ഷ്യലൈസ് ചെയ്യുന്ന സിനിമകളുണ്ടല്ലോ, ഇത് അടിക്കേണ്ട പടമാണെന്ന് അടിച്ചു കഴിഞ്ഞ് മമ്മൂക്ക ഇറങ്ങിയാലുണ്ടല്ലോ, അത് അടിച്ചിരിക്കും, അതിനകത്തൊരു തർക്കമില്ല. മമ്മൂട്ടി ചെയ്യുന്ന സിനിമകളൊക്കെ ക്ലബ്ബുകൾക്ക് വേണ്ടിയിട്ടുള്ള സിനിമകളാണെന്ന് നിങ്ങൾ ഇപ്പോഴും ചിന്തിക്കുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. അദ്ദേഹം ചെയ്തെടുക്കുന്ന കഥാപാത്രങ്ങൾ, അദ്ദേഹം ചെയ്യുന്ന പ്ലോട്ടുകൾ, നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഒരു മമ്മൂട്ടിക്ക്, അതായത് മമ്മൂട്ടിക്ക് ഒരു ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു മനുഷ്യന് ഒരു 100 കോടി ക്ലബ്ബ് അടിക്കാനുള്ള ഫോർമുലുള്ള സിനിമ ചെയ്യാൻ അറിയില്ല എന്ന്? ശരിക്കും ഡു യു ബിലീവ് സോ? ആ മനുഷ്യൻ അറിയാം 100 അല്ല 150 കോടി ക്ലബ്ബിൽ അടിക്കാനുള്ള പ്രോജക്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് ചിന്തിക്കാനുള്ള വിവരമുള്ള മനുഷ്യനാണ് മമ്മൂക്ക. പക്ഷെ അദ്ദേഹം അതിന് തുനിയുന്നില്ല എന്നുള്ളതാണ് സാധനം. ഇപ്പം പലരും വന്നിട്ട് അദ്ദേഹത്തെ 100 കോടി ക്ലബ്ബില്ലെന്ന് പറഞ്ഞ് കളിയാക്കി ട്രോളുകളും പോലും മമ്മൂക്ക ഉള്ളിൻ്റെ ഉള്ളിൽ ചിരിക്കുകയായിരിക്കും. നിങ്ങളൊക്കെ നിങ്ങളുടെ അച്ഛനും കണ്ടതിൻ്റെ ഇൻഡസ്ട്രി ഞാൻ കണ്ടിട്ടുണ്ടെന്നായിരിക്കും മമ്മൂട്ടി ചിന്തിക്കുക. 100-150 കോടിയും ക്ലബ്ബുകളുള്ള സിനിമകൾ ചെയ്യാൻ ഇവിടെ മമ്മൂട്ടിക്ക് അറിയാത്ത ഫോർമുല ഒന്നുമില്ല. മമ്മൂട്ടിക്ക് നല്ലോണം അറിയാം അതിൻ്റെ ഫോർമുല. ബട്ട് മമ്മൂട്ടി അതിനല്ല ഫോക്കസ് ചെയ്യുന്നത്. മമ്മൂട്ടി ഈസ് ഫോക്കസിങ് ഓൺ ദ കണ്ടന്റ്, സൊസൈറ്റിയിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ചേഞ്ചസ്, അത് ഇനി എന്തൊക്കെ സംസാരിക്കപ്പെടണം, തൻ്റെ അഭിനയ മികവ് ഏതൊക്കെ രീതിയിൽ മാറ്റണം, ഓഡിയൻസിന് പുതിയ എക്സ്പീരിയൻസസ് കൊടുക്കണം, തിയേറ്ററിലേക്ക് വരുന്ന മമ്മൂട്ടി കമ്പനി എന്ന പ്രൊഡക്ഷൻ കമ്പനിയിൽ വിശ്വസിച്ച് വരുന്ന ആളുകൾക്ക് അതനുസരിച്ചുള്ള സിനിമകൾ, പ്രൊമൈസുകൾ ഒരുക്കുക എന്നതാണ് മമ്മൂട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫോർമുല. അതുകൊണ്ട് മമ്മൂട്ടിക്ക് 100 കോടി ക്ലബ്ബില്ല എന്ന് പറഞ്ഞ് കളിയാക്കുന്നവരും കരയുന്നവരും റിയാലിറ്റി മനസ്സിലാക്കുക. അദ്ദേഹം നിങ്ങളെ നോക്കിയാണ് ചിരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഹാർഷ് റിയാലിറ്റി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.